ബോട്ടിൽ ആർട്ട് ചെയ്ത് പലതവണ നിഷ്കരണം തള്ളപ്പെട്ടിട്ടുണ്ടെങ്കിലും അവസാനം നമ്മൾ സക്സസ് ആയിരിക്കുകയാണ് ഗൈസ്. എല്ലാ തവണയും ഞാൻ റെഫറൻസ് നോക്കാതെ എൻ്റേതായിട്ടുള്ള രീതിയിലാണ് ചെയ്യാറ്. അതുകൊണ്ട് തന്നെ അവസാനം എനിക്ക് ഇഷ്ടപ്പെടാതെ ഞാൻ തന്നെ അത് ഒഴിവാക്കലാണ് പതിവ്. ഇത്തവണ എന്തായാലും ഞാൻ അതിൽ നിന്നില്ല. യൂട്യൂബ് ചാനലൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ കുറച്ച് മെനക്കിരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്തായാലും പിൻട്രസ്റ്റ് എന്ന ഒരു റെഫറൻസ് പിക്ക് നോക്കിയിട്ടാണ് ചെയ്തത്. പിൻട്രസ്റ്റ് എന്ന കളർ കോമ്പിനേഷൻസും ഒക്കെ നോക്കിയിട്ടുണ്ടെങ്കിലും ബാക്കിയൊക്കെ എൻ്റെ തലയിൽ ഉദിച്ച കലാവിരുദ്ധകളാണ് കേട്ടോ. വലിയ ടഫൊന്നല്ല, പക്ഷേ നമ്മൾ ചെയ്യുന്ന ഒരു ആർട്ട് വർക്കിൽ നമ്മുടേതായിട്ടുള്ളൊരു ടച്ച് കൊണ്ടുവരുമ്പോഴല്ലേ അത് കുറച്ചും കൂടി ഭംഗിയാവുന്നത്. പിൻട്രസ്റ്റിൽ കണ്ട റെഫറൻസ് പിക്കിൽ ഒരു ലൈറ്റ് ലാവൻഡർ ഷെയ്ഡൊക്കെയാണ് കണ്ടത്. എൻ്റെ കയ്യിൽ ആ കളർ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാനൊരു പിങ്കിൽ വൈറ്റ് മിക്സ് ചെയ്തിട്ട് ലാവൻഡർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ വൈറ്റ് കളറ് തീർന്നു പോയി. അങ്ങനെയാണ് ഈ ഒരു കളർ കിട്ടിയത്. എന്തായാലും കുഴപ്പമില്ല, നമ്മുടേതായിട്ടുള്ള ടച്ച് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അത് തന്നെ അപ്ലൈ ചെയ്തു. പിന്നെ ഈ ബഡ്സും കൊണ്ട് കുത്തുന്ന ഈ പരിപാടി അതൊക്കെ ഞാൻ യൂട്യൂബിൽ നിന്ന് കണ്ടിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. അതൊന്നും എൻ്റെ സൃഷ്ടിയല്ല. റെഫറൻസ് പിക്കിൽ ലാവൻഡറിലൊരു വൈറ്റ് ഷെയ്ഡ് വരുന്ന കോമ്പിനേഷനാണ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമ്മുടെ കയ്യിൽ വൈറ്റ് ഇല്ലല്ലോ. അപ്പോൾ അതിന് പകരമായിട്ട് നമുക്ക് ഏത് കളർ, എൻ്റെ കയ്യിലുള്ള കളർ നമുക്ക് യൂസ് ചെയ്യാമെന്നിങ്ങനെ ആലോചിച്ചപ്പോൾ എന്തുകൊണ്ട് മഞ്ഞയും റെഡും കൂടി മിക്സ് ചെയ്തിട്ടൊരു കോംബോ ഇതിൽ ട്രൈ ചെയ്തുകൂടാന്നുള്ളൊരു തോട്ട് വന്നു. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു കളറിലേക്ക് എത്തിയത് കേട്ടോ. പക്ഷേ യെല്ലോ സ്പോട്ട് ഇട്ട് കൊടുത്തപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ആ ഒരു കളറിൽ യെല്ലോ സ്പോട്ട് നല്ല അടിപൊളിയായിട്ട് സ്യൂട്ടായി പോകുന്നുണ്ടായിരുന്നു. റെഡ് ഇട്ടില്ലെങ്കിലും യെല്ലോ മാത്രം അപ്ലൈ ചെയ്താലും നല്ല ഭംഗിയായിട്ട് വന്നേനെ. പക്ഷേ ഞാനൊരു ആഡംബരത്തിന് റെഡും കൂടി അപ്ലൈ ചെയ്തതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം.